ഫീൽഡിലെ അനുഭവം നമ്മുടെ മുമ്പിലില്ലേ? ആ ഫീൽഡിലെ അനുഭവം കേൾക്കാൻ താങ്കൾ പറഞ്ഞല്ലോ, മാധ്യമ പ്രവർത്തകരും ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല നിലപാടുള്ള മാധ്യമം എന്നുള്ള നിലയിൽ മീഡിയ വണ്ണിന്റെ പ്രതിനിധിയെ ഈ 2016 LDF വന്നിട്ട് ആദ്യം ഈ പെൻഷൻ കൊടുത്തപ്പോ എത്ര തുക കിട്ടി എന്ന് ഈ ഗുണഭോക്താക്കളോട് പോയി ചോദിച്ചോ? നിങ്ങൾ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലേക്ക് അയച്ചാൽ മതി. അവിടെ മഹാഭൂരിപക്ഷവും UDF കുടുംബങ്ങളാണ്. ഇടതുപക്ഷത്തോട് അനുഭാവമുള്ള കുടുംബങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് UDF അനുഭാവമുള്ള പിന്നെ BJPക്കാണ് അവിടെ സ്വാധീനം. ആ കുടുംബങ്ങളിൽ പോയിട്ട് ഈ പെൻഷൻ വാങ്ങിക്കുന്ന കുടുംബങ്ങളിൽ പോയിട്ട് ചോദിക്കൂ. അല്ല, അങ്ങനെയാണെങ്കിൽ തോമസ് ഐസക് സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു 2017. ആ മറുപടി കൊടുത്തുകൊണ്ട് സഭയെ തെറ്റിദ്ധരിപ്പിച്ചാണോ? അല്ല, എന്റെ ക്വസ്റ്റ്യൻ അതാണ്. 2017 തോമസ് ഐസക് എം സ്വരാജിന് മറുപടി കൊടുക്കുമ്പോൾ അത് സഭയെ തെറ്റിദ്ധരിപ്പിക്കലാണോ? പിന്നീട് അദ്ദേഹം തിരുത്തിയോ? ഞാൻ പറയുന്നത് ഫീൽഡിലെ അനുഭവം ഇങ്ങനെ ആയിരിക്കെ, ആളുകളുടെ കയ്യിൽ പണം കിട്ടിയത് ഒരു വാസ്തവമായിരിക്കെ, അത് കൊടുത്തതിൽ UDF ഭരിക്കുന്ന ബാങ്കുകളിലെ UDF പ്രവർത്തകരായ ജീവനക്കാർ വരെ ഉണ്ട് എന്നിരിക്കെ, ആ സത്യമിരിക്കെ നിങ്ങൾ ഈ നിയമസഭാ മറുപടിയിലെ വാചകത്തിലെ ഒരു വരി എടുത്തു വെച്ചിട്ട് ഇത്രയേ ഉള്ളൂ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ 2014 നവംബർ മുതൽ കുടിശ്ശികയുണ്ട് എന്ന് ഐസക് പറഞ്ഞ വരിയും കൂടി എടുക്കണ്ടേ? അങ്ങനെ കണക്കൂട്ട് 2014 നവംബർ മുതൽ എത്രയായി? അതുകൊണ്ടല്ലേ ഈ പണം കൊടുക്കേണ്ടി വന്നു. അല്ലാതെ എന്തുകൊണ്ടാണ് കുടിശ്ശിക വന്നത് എന്ന് ഐസക് പറയുന്നുണ്ട്. VPP മുസ്തഫ, ഇത് കൊടുക്കണ്ട എന്ന് കരുതി ഉമ്മൻചാണ്ടി കൊടുക്കാതിരുന്നതല്ല. അത് ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫറിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന സാങ്കേതിക തടസ്സങ്ങൾ, ആ സാങ്കേതിക തടസ്സം കൊണ്ടാണ് മുടങ്ങിയതെന്ന് നിങ്ങളുടെ മന്ത്രിയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഉമ്മൻചാണ്ടി എന്തോ കൊടുക്കായിരുന്ന മാതിരി നിങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നാണ് റിജിത്ത് ചൂണ്ടിക്കാട്ടിയത്. നേരത്തെ പറഞ്ഞത് എന്താ? അങ്ങനെ കുടിശ്ശികയെ ഉണ്ടായിട്ടില്ല എന്ന്. അല്ല, ഈ 3 മാസത്തെ കുടിശ്ശിക എന്ന് പറയുന്നത് തോമസ് ഐസക് ആണെന്നേ. VPP മുസ്തഫ 20 മാസത്തെ കുടിശ്ശിക എന്ന്, നിങ്ങൾ 18 മാസത്തെ കുടിശ്ശിക എന്ന് പറയുമ്പോൾ ഐസക് പറയുന്നത് കേവലം 3 മാസത്തെ കുടിശ്ശിക എന്നാണ്. അതാണ് തർക്കം ഉണ്ടായത്. നമ്മുടെ പ്രശ്നമല്ല. ഇപ്പൊ അന്ന് മുടങ്ങിയെന്ന് തന്നെ ഇരിക്കട്ടെ, ഇനി അന്ന് മുടങ്ങിയെന്ന് തന്നെ ഇരിക്കട്ടെ, ഒരു 18 മാസം മുടങ്ങിയെന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷെ ഇപ്പൊ പെൻഷൻ കൊടുക്കാതിരിക്കാൻ എന്താണ് നിങ്ങളുടെ ന്യായം? അപ്പോ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മുടങ്ങിയതിന് സാങ്കേതിക തടസ്സം ന്യായം പറയാം. അത് ആ ന്യായം പറഞ്ഞത് ഉമ്മൻചാണ്ടി അല്ല, ഐസക്കാണ്. സാങ്കേതിക തടസ്സം ന്യായം പറയുന്നത് ഉമ്മൻചാണ്ടി അല്ല, ഐസക്കാണ്. അത് ശരി, ന്യായം അംഗീകരിക്കുന്നു. ആ ന്യായം അംഗീകരിക്കുന്നു, നിങ്ങളും അംഗീകരിക്കുന്നു. അപ്പോ പിണറായി വിജയന്റെ കാലത്ത് മുടങ്ങിയതിന് ന്യായം പറഞ്ഞുകൂടാ. ഞങ്ങൾ പറഞ്ഞല്ലോ, ഇത് കൊടുത്തുകൊണ്ട് വന്നിരിക്കുന്ന സർക്കാരിന് മാസം മാസം കൃത്യമായിട്ട് ആളുകളുടെ കൈകളിൽ എത്തിച്ച പിണറായി സർക്കാരിന് ഇത് മുടക്കാൻ എന്ത് ആഗ്രഹം ഉണ്ടാവുക? ഞങ്ങൾക്ക് ഈ പാവപ്പെട്ട മനുഷ്യരോടാ പ്രതിബദ്ധത. ഞങ്ങൾക്ക് ഈ 63 ലക്ഷം ഗുണഭോക്താക്കളോട് പ്രതിബദ്ധത. അവര് തന്നെയാണ് ഈ ഗവൺമെന്റിനെ വീണ്ടും അധികാരത്തിലേക്കിയത്. അത് മുടക്കാൻ രാഷ്ട്രീയത്തില് തലയിൽ വെളിവുള്ള ആരെങ്കിലും വിചാരിക്കൂ? അപ്പോഴാണ് പ്രശ്നം കിടക്കുന്നത്. ആ പ്രശ്നം മീഡിയ വണ്ണിന്റെ പ്രതിനിധിക്ക് അറിയാത്തതല്ലോ. റിജിൽ മാക്കുറ്റിക്ക് എത്ര കേട്ടാലും മനസ്സിലാവില്ല. അത് ദൂർത്തും ധാർഷ്ട്യവും അഹങ്കാരവുമായിട്ട് ആക്ഷേപിക്കും പിണറായി വിജയന്റെ. പക്ഷേ നിങ്ങൾക്കറിയാലോ വാസ്തവം എന്ത് കിടക്കുന്നു. ഇന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് വന്നില്ലേ? അതിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ തനത് വരുമാനം ഉയർത്താൻ കഴിഞ്ഞ സംസ്ഥാനം കേരളം. അങ്ങനെ പരമാവധി തനത് വരുമാനം, ടാക്സ് വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് കൊണ്ടാണ് ഈ കേന്ദ്രം ശ്വാസം മുട്ടിക്കാൻ നോക്കിയിട്ടും നമ്മള് വല്ലാതെ അങ്ങ് പൂട്ടിപ്പോകാതിരുന്നത്. നേരത്തെ ഇവര് നടത്തിയ പ്രസംഗം ഇപ്പോഴുണ്ട്. ഒരു നിയമസഭാ രേഖ റിജിൽ മാക്കുറ്റി പറഞ്ഞല്ലോ. VD സതീശനൊക്കെ നിയമസഭയിൽ പ്രസംഗിച്ച രേഖയുണ്ട്. എന്താ രേഖ? കേരളം ശ്രീലങ്കയാകും, കേരളം ശ്രീലങ്കയാകും. ഒരുപാട് പഴക്കമൊന്നുമല്ലല്ലോ, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്. കേരളം ശ്രീലങ്കയായില്ലല്ലോ, കേരളം ശ്രീലങ്കയായില്ലല്ലോ. എങ്ങനെയാ പിടിച്ചിരിക്കാൻ വേണ്ടി കഴിഞ്ഞത്? കേന്ദ്രം ശ്വാസം മുട്ടിക്കുന്നു എന്നുള്ളത് വാസ്തവമല്ലേ? നാട് അംഗീകരിച്ച വസ്തുതയല്ലേ? ഇപ്പൊ സുപ്രീം കോടതിയിൽ കേസ് നടക്കുകയല്ലേ? മുഖ്യമന്ത്രി ഉൾപ്പെടെ സമരത്തിന് പോകേണ്ടി വരികയല്ലേ? അതൊന്നും വെറും രാഷ്ട്രീയ ഗിമ്മിക്കുകളല്ലോ. സുപ്രീം കോടതിയിൽ രാഷ്ട്രീയ ഗിമ്മിക്ക് കാണിക്കാൻ കഴിയില്ലല്ലോ. അവിടെ കൊടുക്കുന്ന പരാതിയിൽ എന്തെങ്കിലും ഫാക്ട് ഉണ്ടെങ്കിലല്ലേ അവർ അഡ്മിറ്റ് ചെയ്യുള്ളൂ. കൊടുത്ത പരാതിയുടെ മുകളിൽ കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെട്ടില്ലേ സുപ്രീം കോടതി? നമ്മൾ കൊടുത്തതിൽ ഒരു അടിസ്ഥാനവും ഇല്ലെങ്കിൽ അവിടുന്ന് തന്നെ വലിച്ചെറിയുമായിരുന്നില്ലേ? പിൻവലിച്ചു പോകാൻ പറയുമായിരുന്നില്ലേ? പക്ഷെ കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം ചോദിക്കുകയല്ലേ ചെയ്തത്? കേരളത്തിനുള്ള ഈ സാമ്പത്തിക വിവേചനം ഇത് കേരളം മാത്രമല്ലല്ലോ, BJP ഇതര പ്രതിപക്ഷ സംസ്ഥാനങ്ങളെല്ലാം നേരിടേണ്ടി വരുന്ന പ്രശ്നം പല സംസ്ഥാനങ്ങളിലും നമ്മൾ കേൾക്കുകയല്ലേ. ഇതൊരു യാഥാർത്ഥ്യമല്ലേ? എല്ലാ ഫെഡറൽ സംവിധാനങ്ങളെയും ഫിസ്ക്കൽ പോളിസികളെയും ധനകാര്യ കമ്മീഷന്റെ ശുപാർശകളെയും എല്ലാം ഇപ്പൊ നിങ്ങൾ നോക്ക്. നീതി ആയോഗിന്റെ വൈസ് ചെയർമാനായിട്ടുള്ള BJPയോട്
പക്ഷപാതിത്വമുള്ള ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ വന്നില്ലേ അജിത്തെ? എന്തായിരുന്നു? കേന്ദ്ര നികുതി വിഹിതം സംസ്ഥാനങ്ങൾക്ക് ഓഹരി വെക്കുന്നതിന് ധനകാര്യ കമ്മീഷൻ 42% എന്ന നിരക്ക് നിശ്ചയിച്ചപ്പോൾ പ്രധാനമന്ത്രി നേരിട്ടിടപെട്ട്, അങ്ങനെയാണ് പറഞ്ഞത്. ശ്രീ നരേന്ദ്രമോദി നേരിട്ടിടപെട്ട് അത് 32% കുറക്കണം, സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം 10% ധനകാര്യ കമ്മീഷൻ പറഞ്ഞതിനേക്കാൾ കുറക്കണം എന്ന് വാശി പിടിച്ച വിവരം കൂടി പുറത്തു വന്നില്ലേ? ഈ വിവരങ്ങളെല്ലാം ഉണ്ടായിട്ടും ദൗർഭാഗ്യവശാൽ കേരളത്തിലെ കോൺഗ്രസ് പ്രതിപക്ഷം അന്ധമായ ഇടതുപക്ഷ വിരോധം മൂത്ത്, ശരി, അന്ധമായ പിണറായി വിരോധം മൂത്ത് ശരി. ആ വസ്തുതയെ അംഗീകരിക്കാതെ പോവുകയല്ലേ? ശരി, ക്ഷേമ പെൻഷനുള്ള കേന്ദ്ര വിഹിതം സംസ്ഥാനത്തിന് ലഭിക്കുന്നില്ല എന്ന ഒരു വസ്തുത കൂടി സർക്കാർ ഇക്കാര്യത്തിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.